അപ്പോൾ നമ്മുടെ കരിക്കൻ ഷേക്കിന് ആവശ്യമായിട്ടുള്ളത് മെയിനായിട്ട് ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് മുറ്റിയ കരിക്കാണ് എടുത്തത്. അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാല് വേണം, നല്ല തണുത്ത പാല് വേണം. പിന്നെ നമുക്ക് പഞ്ചസാര, പിന്നെ ലേശം ഞാൻ ഒരു മിൽക്ക് മെയ്ഡൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി മിൽക്ക് ഷേക്ക്, കരിക്കൻ ഷേക്കിന് ആവശ്യമായ സാധനങ്ങൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കരിക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, കൂടുതൽ ഒഴിച്ചാൽ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റായി പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. ഷുഗർ ഇട്ട് കൊടുക്കാം, കുറച്ചിടാം. നമുക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് മധുരം ഉണ്ടാവും. പിന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ച് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ആവശ്യത്തിന് ഒഴിക്കാം. കുറച്ചൊഴിച്ച് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കരിക്കൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തണുപ്പ് കിട്ടും. തണുപ്പുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കരിക്കൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചില്ലേ കൂടുതലും കഴിക്കാറ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി കഴിക്കണം. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.